നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാളികേരം പോലും നമ്മുടേതല്ല, കപ്പ പോലും നമ്മുടേതല്ല. ഇത്രയും വായനശാലകളുള്ള ഒരു സ്ഥലം വേറെ ലോകത്തുണ്ടാവില്ല. വായനാശീലം ഏറ്റവും കൂടുതലുള്ളവർ കേരളീയരായിരുന്നു, ഇന്നല്ല. രാമായണകാരൻ ദക്ഷിണേന്ത്യക്കാരനെ കണ്ടത് കുരങ്ങുകളായിട്ടാണ്. ആര്യന്മാരും ദ്രാവിഡന്മാരും എന്നുള്ള സങ്കല്പത്തിൽ രാമൻ സൂര്യവംശജനായിട്ടുള്ള റൂളിംഗ് ആയിട്ടുള്ള ആര്യന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള സൂര്യവംശജനാണ്. ഈ രാവണന്റെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളതാണ് നമ്മളൊക്കെ ബേസിക്കലി രാവണ സ്വഭാവത്തിലുള്ളവരാണ്. ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജനം വേറെ ലോകത്ത് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് പറ്റിയിട്ടുള്ളത് സമൃദ്ധി കൂടുതലായി, പ്രശ്നങ്ങളില്ലാതെ വന്നു. എന്തുകൊണ്ടാണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് വന്നത്? ജിക്കെ, ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്ത് ഉടമ്പടിക്ക് വന്നപ്പോൾ വരുമെന്നറിയാവുന്ന തിരുവിതാംകൂർ രാജാവ് അവൻ്റെ രാജ്യം പത്മനാഭസ്വാമിക്ക് എഴുതി കൊടുത്തിട്ട് ഞാൻ ദാസനാണെന്ന് പറഞ്ഞിരുന്ന ബുദ്ധി കരാർ വെക്കണ്ട. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പറഞ്ഞ് ഭഗവാനോട് ചോദിച്ചിട്ട് എഴുതിയെടുത്തോളാൻ പറഞ്ഞു. അന്ന് ബ്രിട്ടീഷുകാരിട്ട പേരാണ്. ഡോക്ടർ TPS നമസ്കാരം. നമസ്കാരം. ശ്രീ VR സത്യദേവ് നമസ്കാരം. നല്ല നമസ്കാരം. മലയാളി എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹമാണ്. എന്താണ് ഇതിന് കാരണം? എന്തായിരിക്കും ഡോക്ടർ? അല്ല, എല്ലാവരും ബാക്കിയുള്ളവരിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. ഭാഷ കൊണ്ട് വേറിട്ട് നിൽക്കുന്നതാണ്. പുതിയൊരു സംസ്കാരമാണ്. ജിയോഗ്രഫിക്കലി ഡിഫറൻ്റ് ആണ്. കേരളം പോലെയുള്ള ഒരു ജിയോഗ്രഫിക്കൽ റീജിയൻ വേറെ ഇല്ലല്ലോ. സമൃദ്ധമാണ്. ഏറ്റവും കൂടുതൽ യാത്രികർ വന്നുപെട്ടിട്ടുള്ള സ്ഥലം. ഡച്ച് മുതൽ വാസ്കോഡിഗാമ മുതൽ പലരും വന്നിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് ഒഴുകി പോകുന്ന സ്ഥലവും കേരളത്തിലാണ്. അതെ, വന്നതുപോലെ തിരിച്ചു പോകുന്നവരാണ്. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാളികേരം പോലും നമ്മുടേതല്ല, കപ്പ പോലും നമ്മുടേതല്ല. ഇങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള പല സാധനങ്ങളും പലയിടത്തുനിന്നും വന്നിട്ടുണ്ട്. ഇവിടുന്ന് പല സാധനങ്ങളും പല ഭാഗത്തും പോയിട്ടുണ്ട്. ചക്ക നമ്മളുടെയാണോ? ചക്ക നമ്മുടേതാണെന്നാണ് ധാരണ എനിക്ക്. ഉണ്ട് പല സ്ഥലത്തും. പക്ഷേ ഈ ജിയോഗ്രഫിക്കൽ റീജിയൻ അനുസരിച്ച് വലുപ്പവും സൈസും ഒക്കെ മാറും. പലതരത്തിലുള്ള ചക്കകളുണ്ടല്ലോ. മാവും പലതരത്തിലുള്ളതാണ്. ചേന പലതും പലതരത്തിലുള്ള. കന്ത പല സ്ഥലത്തുള്ളതാണ്. കന്ത എന്നാണ് അതിൻ്റെ ബേസിക്. പക്ഷെ പല സ്ഥലത്തും ഉണ്ട്. നമ്മുടേതായിട്ടുള്ളത് നമ്മൾ ധരിക്കുന്നത് നാളികേരാണ്, പക്ഷെ അത് നമ്മുടേതല്ല. അല്ല, ഒഴുകി വന്ന് ഇവിടുന്ന് വളർന്നിട്ടുള്ള ഒരു ആദ്യമായിട്ട് അങ്ങനെ വന്നു. കപ്പയൊക്കെ തിരുവിതാംകൂർ മഹാരാജാവ് പ്രൊട്ടക്ട് ചെയ്തിട്ട് വളർത്തിയിട്ട് പ്രചരിപ്പിച്ച സാധനം. ബ്രസീലാണ്. ബ്രസീലിൽ നിന്നുള്ള സാധനം. അങ്ങനെ പലതും ഉണ്ട്. നമ്മളെല്ലാം ഉൾക്കൊണ്ടിട്ടുമുണ്ട്, എല്ലാം കൊടുത്തിട്ടുമുള്ളവരാണ്. പക്ഷെ ഇങ്ങനൊരു ചിന്താതലമുള്ള ഒരു സൊസൈറ്റി ഒരുപക്ഷെ ലോകത്തെങ്ങും ഉണ്ടാവില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ മകൻ PhD ചെയ്തത് കേരളത്തിലെ സോഷ്യൽ സ്പേസ് ആണ്. ശരി, അതിൽ ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ സോഷ്യൽ സ്പേസ്, ഓക്കെ, കേരളത്തിൻ്റെ എക്കണോമിക്സ്, കേരളത്തിൻ്റെ റിലീജിയസ് പാറ്റേൺസ്, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ പാറ്റേൺസ് എന്തുകൊണ്ടിങ്ങനെ വിഭിന്നമായി എന്നുള്ളതാണ്. PhD ചെയ്തത് അയർലൻഡിലാണ്. സോഷ്യൽ സ്പേസ് ഇൻ കേരള. നമ്മുടെ ബാർബർ ഷോപ്പുകൾ, ഇത്രയും വായനശാലകളുള്ള ഒരു സ്ഥലം വേറെ ലോകത്തിലുണ്ടാവില്ല. ഓരോ മുക്കിലും മൂലക്കും വായനശാല തുടങ്ങിയവരാണ്. വായനാശീലം ഏറ്റവും കൂടുതലുള്ളവർ കേരളീയരായിരുന്നു, ഇന്നല്ല. അപ്പം ബാർബർ ഷോപ്പിലും വായനശാലകളിലും നമ്മുടെ ചായക്കടകളിലും ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള അമ്പലപ്പറമ്പിൽ ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും വന്നിരുന്ന് സല്ലപിക്കാൻ പറ്റുന്ന ആൽത്തറകളുള്ള സ്ഥലമാണ്. ആൽത്തറകളെ കുറിച്ച് പാട്ടെഴുതിയിട്ടുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമാണ്. കുളക്കടവിലും എല്ലായിടത്തും ലോകത്ത് എവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു, ക്യൂബയെക്കുറിച്ച് സിനിമ ഇറക്കിയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടാവുമോ? ആൾക്കാരുടെ പേര് പോലും ക്യൂബ, മുകുന്ദനും ഒക്കെ ആയിട്ടുള്ള കഥകൾ അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ മുതൽ സംസാരിച്ചു തുടങ്ങണം തോന്നുന്നു. അതായത് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസത്തിൻ്റെ അല്ലെ മാർക്സിസത്തിൻ്റെ വലിയ 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 യുദ്ധങ്ങളും തലങ്ങളും പിടിച്ചടക്കലുകളും 30-40 ലക്ഷം ആൾക്കാരുടെ മരണവും കൊലപാതകവും ഒക്കെ പല സ്ഥലത്തും നടന്നെങ്കിലും ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസം അധികാരത്തിൽ വന്നത് ഒരു സംസ്ഥാനത്ത് ഇതിനകത്തൊരു കാര്യം, ഈ ഡോക്ടർ TPS പറഞ്ഞു, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു, തുറന്ന ചർച്ചകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. നല്ല വായനയും പരന്ന വായനയും തുറന്ന ചർച്ചകളും ഉണ്ടാകുകയാണെങ്കിൽ സമീപ സമൂഹവുമായിട്ട് താതാമ്യം പ്രാപിക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
മുഖ്യധാരയുമായിട്ട് അഥവാ ദേശീയധാരയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഘടകവിരുദ്ധമാണ് നമ്മുടെ നിലപാട് പലപ്പോഴും ഒന്ന് കാണാം. അത് GK പറഞ്ഞ ആദ്യത്തെ EMS മന്ത്രിസഭയുടെ കാര്യത്തിലാണെങ്കിലും തുടർന്ന് ഇങ്ങോട്ടും മുമ്പ് ഇങ്ങോട്ടും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. വിരുദ്ധമാണ്. വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നോ അതിന് ഘടകവിരുദ്ധമായ മലയാളി ചിന്തിക്കുന്നു എന്നൊരു തലമുണ്ട്. ഇതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾക്ക് പല തിയറീസും ഉണ്ട്. എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾക്ക് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇതിനോട് പറ്റുമോ? ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിൻ്റെ അണ്ടറിൽ, ഗാന്ധിജിയുടെ അണ്ടറിൽ ഇന്ത്യയുടെ അക്കാലത്തെ ലീഡർഷിപ്പ് ഒന്ന് ചോദ്യം ചെയ്യുന്നത് പോലും പാപമായി ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചു. അതൊരു വലിയ അതിശയമാണ്. അതുപോലെയാണ് അടിയന്തര അവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി ബാക്കി എല്ലായിടത്തും തോറ്റു കഴിഞ്ഞപ്പോൾ നമ്മൾ കോൺഗ്രസിനെ ഭൂരിപക്ഷം കൊടുത്തൊരു സംസ്ഥാനമാണ്. വൈരുദ്ധ്യങ്ങളുടെ അത്തരത്തിലുള്ള ചിന്ത അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോവുകയാണെങ്കിൽ ചരിത്രത്തിനപ്പുറത്ത് പുരാണ കാലഘട്ടം നോക്കുകയാണെങ്കിൽ രാമായണകാരൻ ദക്ഷിണേന്ത്യക്കാരനെ കണ്ടത് കുരങ്ങുകളായിട്ടാണ്. ഈ കുരങ്ങ് രൂപത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും അല്ല സുഗ്രീവനാണെങ്കിലും ബാലിയാണെങ്കിലും ഹനുമാനാണെങ്കിലും ഒക്കെ ചെയ്തത്. തിരിച്ച് ശ്രീരാമന്റെ കിരീടധാരണത്തിന് അവിടെ ചെല്ലുമ്പം ഇവരെല്ലാം നോർമലായിട്ടുമാണ് കാണുന്നത്. അപ്പൊ ഈ തെക്കൻ നാട്ടിലുള്ള ആൾക്കാരെ അവരുടെ ചപല ചിത്തത കൊണ്ടാണോ ഇങ്ങനെ കുരങ്ങന്മാരായിട്ട് ചിത്രീകരിച്ചെന്നൊരു സംശയമുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ ധാതു അതടുത്തത് പുരാണത്തിലെ കാര്യം. ഈ ശാസ്ത്രതലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കരയുടെ അല്ലെ നമ്മുടെ ഈ ഭൂവിഭാഗത്തിൻ്റെ പ്രത്യേക ധാതു മണലുകളുടെയൊക്കെ സാന്നിധ്യമാണെന്നൊരു വാദമുണ്ട്. ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു റിസർച്ച് പേപ്പറിൽ പറയുന്നത് കേരളത്തിൽ ഉള്ള ഈ പറഞ്ഞ മെറ്റീരിയൽസ്, അണ്ടർഗ്രൗണ്ട് മെറ്റീരിയൽസ് റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ടാണ്. ഈ ഹൈ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത്തരം മെറ്റീരിയൽസ് ഉള്ള സ്ഥലത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ചില വിഭ്രാന്തികളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിനേക്കാളും ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കേണ്ട ഒരു തോന്നലുണ്ടാവുന്നതാണ്. കേരളത്തിൽ മാത്രം പറഞ്ഞാൽ ആലുവപ്പുഴയ്ക്ക് തെക്കോട്ട് യാഗം നടത്തരുത് എന്നൊരു വാദം പോലും ഉണ്ട്. എന്താണ് അവിടെ റേഡിയേഷൻ? നമ്മളിപ്പോൾ ഡ്രൈനേജ് പൈപ്പിൽ സെന്റ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന പോലെയാണ്. അത് തെക്കന്മാരെ മുഴുവൻ അവമാനിച്ചതായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ്. നമ്മുടെ രാജാക്കന്മാരെ പോലും നോക്കിയാൽ അതിന്റെ ഗുണം ഞാൻ പറയാം. അവമാനിക്കാന്നുള്ള തോന്നൽ വേണ്ട. ഭാരതത്തിലെ എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റുകളെയും ഉടമ്പടിയിലൂടെ ഏറ്റെടുത്തവരാണ് ബ്രിട്ടീഷുകാർ. എന്തുകൊണ്ട് കേരളത്തിൽ ബ്രിട്ടീഷ് പ്രസിഡൻസി ഇല്ല? എന്തുകൊണ്ടാണ് കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് വന്നത്? GK, എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പേര് വന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നാടെന്ന് പേര് വന്നത്? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഡാക്കുഞ്ചായുടെ തലയിൽ ഉദിച്ച പരസ്യവാചകം എന്നുള്ളത് ഇതൊന്നും അല്ല. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്ത് ഉടമ്പടിക്ക് വന്നപ്പോൾ വരുമെന്നറിയാവുന്ന തിരുവിതാംകൂർ രാജാവ് അവൻ്റെ രാജ്യം പത്മനാഭസ്വാമിക്ക് എഴുതി കൊടുത്തിട്ട് ഞാൻ ദാസനാണെന്ന് പറഞ്ഞിരുന്ന ബുദ്ധി കരാർ വെക്കണ്ട. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പറഞ്ഞ് ഭഗവാനോട് ചോദിച്ചിട്ട് എഴുതിയെടുത്തോളാൻ പറഞ്ഞു. അന്ന് ബ്രിട്ടീഷുകാരിട്ട പേരാണ് ഗോഡ്സ് ഓൺ കൺട്രി. അങ്ങനൊരു ചരിത്രത്തിന്റെ. എന്നിട്ട് സ്വന്തം പേര് എന്താക്കി മാറ്റി? പത്മനാഭദാസൻ. ഏത് രാജവംശത്തിൽപ്പെട്ട ഏത് മഹാരാജാവിന് ആ ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ബ്രിട്ടീഷുകാർ തോറ്റുപോയി. ഒരു യുദ്ധവുമില്ലാതെ ബ്രിട്ടീഷുകാരെ തോപ്പിച്ച ബുദ്ധിയാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഭ്രാന്ത് എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ പെർട്ടാണ് എക്സ്പെർട്ട് ആവുക. ആദ്യം ഭ്രാന്തനാണ്, പിന്നെ എക്സ്പെർട്ട് ആവും. അതുകൊണ്ട് ആ പെർട്ട് നമുക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനേ ഉള്ളൂ. ഈ സത്യദേവ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൗത്ത് ഇന്ത്യൻസിനെ കുരങ്ങന്മാരായി ചിത്രീകരിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു. നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ? അത് ദ്രാവിഡൻ, ഈ ആര്യന്മാരും ദ്രാവിഡന്മാരും എന്നുള്ള സങ്കല്പത്തില് രാമൻ വെളുത്തെന്ന് പറഞ്ഞാൽ സൂര്യവംശജനായിട്ടുള്ള റൂളിംഗ് ആയിട്ടുള്ള ആര്യന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള സൂര്യവംശജനാണ്. ഈ രാവണന്റെ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഓണം എന്തിനാ ആഘോഷിക്കണേ? മഹാബലി എന്ന് പറയുന്ന ആരാ? രാവണന്റെ മുതുമുത്തച്ഛനാണ്. അപ്പൊ രാവണന്റെ ശ്രീലങ്കയും സതേൺ പാർട്ടും ഒക്കെ ഒരേ കിങ്ഡമാണ്. നമ്മളൊക്കെ ബേസിക്കലി രാവണ സ്വഭാവത്തിലുള്ളവരാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പറഞ്ഞതിൽ ആ ഒരു അല്ല ഈ ജിക്ക് അത് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, അതായത് രാമായണകാരൻ അഥവാ വാൽമീകി പറയുന്നത് തെക്ക് ഭാഗത്തുള്ള ഭരണാധികാരികളായിട്ട് പറയുന്നത് വാലിയെയും സുഗ്രീവനെയും അത്തരത്തിലുള്ള ആൾക്കാരാണ്. അവരെ ചിത്രീകരിച്ചിരിക്കുന്നത്, അവരുടെ രാജ്യം ഇവിടെയാണ്, നമുക്കറിയാം തെക്കൻ ഇന്ത്യയാണ്. അവരെ ചിത്രീകരിച്ചിരിക്കുന്നത് കുരങ്ങന്മാരുമായിട്ടാണ്. ഈ കുരങ്ങന്മാരെന്ന് പറയുമ്പോഴത്തേന് ചപലചിത്രം എന്നുള്ള കൺസെപ്റ്റിലാണോ ഇത് ചെയ്തത്? രാജസിക സ്വഭാവം. ഈ രാവണൻ എന്ന് പറയുന്ന ഗ്രൂപ്പുകളൊക്കെ താമസിക സ്വഭാവമാണ്. സാത്വിക സ്വഭാവമുള്ളവർക്ക് താമസിക സ്വഭാവത്തിലേക്ക് നേരിട്ട് പോകാൻ വകുപ്പില്ല. രാജസികമായിട്ടുള്ളവരെ കൂട്ടുപിടിച്ചാലേ, അതുകൊണ്ടാണ് രാമൻ കുരങ്ങനെ കൂട്ടുപിടിച്ചത്. അങ്ങനെ കുരങ്ങ് കൂട്ടുപിടിച്ചാൽ മാത്രമേ താമസികമായിട്ടുള്ളവരെ കീഴടക്കാൻ വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഈ അങ്ങ് പറഞ്ഞതിൽ വേറൊരു കാര്യം, ഇപ്പം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പോസിറ്റീവ് സൈഡും ഒരുപക്ഷെ നമുക്ക് നോക്കിയാൽ കാണാം. ഇന്ത്യയിൽ ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ തട്ടകങ്ങൾ, ജേർണലിസം ആണെങ്കിലും ക്രിയേറ്റീവ് സൈഡാണെങ്കിലും കാർട്ടൂണിസ്റ്റുകളുടെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിന് അല്ലെ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഒരു മേൽക്കൈ ഉണ്ടെന്നുള്ളത് കുറച്ച് ഭ്രാന്ത് തന്നെയാണ്. ആ ഭ്രാന്ത് നല്ല ഭ്രാന്താണ്. അത് നിങ്ങൾ ആശ്വസിക്കുകയാണ്. അല്ല, വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്തന്മാരുടെ ആലയാണെന്ന് പറഞ്ഞൊരു കാരണം ഇതുകൊണ്ടാണ്. അല്ല, അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി മലയാളി ബംഗാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാറി കുറച്ച് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രി കുറച്ച് വേറെ രീതിയിൽ. ഏറ്റവും മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യത്തില് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം ഒരു കാലത്ത് കേരളത്തിൽ നിന്ന് പോയവരായിരുന്നില്ലേ? അതുപോലെ അടുത്തൊരു സംഭവമാണ് ഈ കാർട്ടൂണിന്റെ കാര്യത്തില്. ഇന്ത്യൻ കാർട്ടൂണിന്റെ കുലപതി എന്ന് പറയുന്നത് ശങ്കർ കായംകുളംകാരനല്ലേ? അവിടം തൊട്ടിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് അബു ആണെങ്കിലും ഒ വി വിജയനാണെങ്കിലും ജയരാജൻ പയ്യന്നൂർക്കാരൻ, കാർട്ടൂണിസ്റ്റ്, പിന്നെ കൂടെ പഠിച്ചതാ. എല്ലാ പ്രധാനമന്ത്രിമാരുടെയും നിർണായകമായ പൊസിഷനിങ്ങിൽ ഇരുന്നിട്ടുള്ളതെല്ലാം. അല്ല, ഇതിനൊക്കെ പറയാൻ കാരണം ഞാൻ വായനാശീലം പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ജയരാജന്റെ വീട്ടിൽ പോയപ്പോഴേ കംപ്ലീറ്റ് പീരിയോഡിക്കൽസ് സൂക്ഷിച്ചു വെക്കാൻ അവൻ ചെലവഴിച്ചിരിക്കുന്ന കാശ്, എത്രയോ കാലങ്ങൾ മുമ്പുള്ള വീക്കിലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എത്ര വീടുകളിൽ അങ്ങനെ ഉണ്ടാവും? ഇനി ആ കാർട്ടൂണിസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റ് ബംഗാൾ ഗവർണറായിരുന്ന നമ്മുടെ ആനന്ദബോസ് എന്ത് നല്ല വായനക്കാരനാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ഇതുണ്ട്, വീക്കിലുകളും മാഗസീനുകളും ഒക്കെ സൂക്ഷിച്ചു വെക്കും. എൻ്റെ ഒരു കവിത കൊടുത്ത സമയത്ത് അദ്ദേഹം വായിച്ചിട്ട് അടുത്ത പ്രാവശ്യം കാണും പറഞ്ഞു, എൻ്റെ ഒരു ദിവസം താൻ കളഞ്ഞല്ലോടാ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞത്, അല്ല, ആ കവിത ഇംഗ്ലീഷിലൊരു കവിത ബുക്കാണ് കൊടുത്തത്, മലയാളത്തിൽ വന്നിരുന്നു. അതെവിടെയാന്ന് തപ്പാൻ വേണ്ടി ഇയാളിരുന്ന് പഴയ മാഗസീനൊക്കെ തപ്പുക. അത് കഴിഞ്ഞ് കണ്ടപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ തന്നെ കവിത മലയാളത്തിൽ വന്നതാണ്, എന്നാൽ താൻ പറയണ്ടേ അത് മലയാളത്തിൽ പബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ വായിക്കുക മാത്രമല്ല, വായിച്ചത് ഓർത്തിട്ട് റഫർ ചെയ്തിട്ട് ഇത്ര മെനക്കെടുന്ന, അല്ലെ, തിരക്കില്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. അല്ല. അപ്പൊ ആ ചിത്തതയുള്ള ഒരാൾക്ക് ഭ്രാന്ത് തന്നെയാണ് നമ്മൾ പറയാം. വായന ഭ്രാന്താണ് നമുക്ക്. ഇത് ഒരു ഭ്രാന്ത് എന്ന് പറയുന്നു, അത് നല്ലതാണ് എന്ന് പറയുന്നു. പലപ്പോഴും ഈ ഭരണത്തിന്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം ആര് ഭരിക്കുന്നോ അതിന് നേരെ കടകരുത്തായിരിക്കും കേരളം തിരഞ്ഞെടുക്കുന്നവർ. അപ്പം ശരിക്കും വികസന കാര്യത്തിൽ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നതിനൊരു തടസ്സമാണ്. ഇപ്പോൾ ഈ വലിയ വായനയുള്ളതിനെ നമ്മൾ പറയും ഒരു ഭ്രാന്തൻ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ തോന്നിയിട്ടുള്ളത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ ഒരു സ്വഭാവവിശേഷം അല്ലെങ്കിൽ മനസ്സിൻ്റെ തലച്ചോറിൻ്റെ ഈ വിശേഷം ഗുണമാണോ ദോഷമാണോ? അല്ല, ഈ പറഞ്ഞത് ഫുൾ കറക്റ്റ് അല്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇവിടെയും കോൺഗ്രസ് ഭരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്ത ആൾക്കാർ അടുത്ത പ്രാവശ്യം മാർക്സിസ്റ്റിന് വോട്ട് ചെയ്തു എന്നുള്ളത് വലിയൊരു കോൺട്രഡിക്ഷനാണ്. അല്ലാതെ അവർ ഭരണത്തിൽ വരില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു മാർജിൻ, ഒരു 20-30% ആൾക്കാർ എപ്പോഴും ഈ പറയുന്ന ഭ്രാന്തുള്ളവർ, അവർക്ക് പൊളിറ്റിക്കൽ ഒരു പൊസിഷൻ ഉണ്ടെങ്കിലും അത്യാവശ്യം വന്നാൽ ഇവൻ വേണ്ട ഇനി. കാരണം ഒരാൾ മാത്രം വലിയൊരു ഗമയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങോട്ട് താൻ ഇരിക്കേണ്ടെന്നിട്ട് ഈ വലിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ഇത് നല്ലപോലെ നമുക്കുണ്ട്. നമ്മൾ വേറൊരാൾ നന്നാവുന്നത് ഇഷ്ടമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ള സ്ഥലമല്ല അല്ലേ? ഏറ്റവും കൂടുതൽ കാറുകൾ ഉപയോഗിക്കാത്ത സ്ഥലവും കേരളത്തിലായിരിക്കും. ഏറ്റവും കൂടുതൽ പൂട്ടിയിട്ടിരിക്കുന്ന വീടുകളും കേരളത്തിലാണ്. അപ്പൊ അവനവന് വേണ്ടെങ്കിൽ ഉണ്ടാക്കുക. എന്തിനാ ഉണ്ടാക്കണേ? അതൊരു ഓർഗാസമാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു വീടെടുക്കുമ്പോൾ 2 നിലയാണെങ്കിൽ അടുത്തുള്ളൊരു 2.5 നിലയെങ്കിലും എടുത്താലേ നമുക്കൊരു പറ്റുള്ളൂ അല്ലേ, തലയെടുപ്പുള്ളൂ.
അടുത്ത വീട്ടുകാരന് കാറുള്ളത് കൊണ്ടാണ് നമ്മൾ കാർ മേടിക്കുന്നത്. കാർ ഉപയോഗിക്കാനോ ഓടിക്കാനോ അറിയില്ല ചിലപ്പോൾ. അല്ല, അതിൽ ഇതിനകത്ത് ഒരു വകുപ്പും ഉണ്ടാവില്ല. മറ്റൊരു രസകരമായ ഒരു ചിന്താതലമുണ്ട്. നമ്മളൊരു ദ്വന്ദ് ചിന്തയുടെ ആൾക്കാർ, ദ്വന്ദ് ചിന്തയുടെ ആൾക്കാരാണ്. അതായത് നമുക്ക് ശങ്കരൻ മുതൽ. അതെ അതെ, നമുക്ക് പണ്ട് മുതലേ നമുക്ക് രണ്ടുപേരെ മതി, ബാക്കി എല്ലാവരെയും നമ്മൾ ഇത്തിരി മാറ്റി നിർത്തും. ഇവിടെ മാതൃഭൂമിയും മനോരമയും ആണ് പത്രത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. നമ്മൾ രാഷ്ട്രീയത്തിൽ നമുക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്, നമുക്ക് സത്യനും നസീറുമാണ്, മമ്മൂട്ടിയും മോഹൻലാലും. അങ്ങനെ ശക്തരായ രണ്ടുപേർ പാരലായി വരുന്നതും വരെ നമ്മൾ ഇവരെ പിന്തുടർന്നു. ഇപ്പോഴും മമ്മൂക്ക മോഹൻലാൽ കഴിഞ്ഞേ ഉള്ളൂ, നമുക്ക് ബാക്കി ആക്ടേഴ്സ് എല്ലാം. മാതൃഭൂമി മനോരമയിൽ റീപ്ലേസ് ചെയ്യാൻ ബാക്കി ഇത്രയും പത്രങ്ങളുണ്ടായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം രാഷ്ട്രീയത്തിൽ, കലയിൽ, പത്രപ്രവർത്തനത്തിൽ ഇത് വിസിബിൾ ആണെങ്കിൽ മറ്റെല്ലാ സ്ഥലത്തും, എല്ലാത്തിലും ഉണ്ട്, ഓരോ വീട്ടിലുണ്ട്. ഓരോ വീട്ടിൽ നമ്മൾ ഓരോ കുട്ടികളെയും ഇവൻ നല്ലവനാണ് ഇവൻ ചീത്തയാണ്, രണ്ടും നല്ലതാണെന്ന് ആരും പറയില്ല. ഇപ്പൊ 2 മക്കളുണ്ടെങ്കിൽ രണ്ടാളും നല്ല മക്കളാന്ന് പറയുന്നതിനേക്കാളും അവനെ കൊള്ളത്തില്ല ഇവൻ നല്ലതാന്നേ പറയൂ. ഈ ഒരു തോന്നല് എല്ലാ കാര്യത്തിലും നമുക്കുണ്ടെന്നുള്ളതാണ്. ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആണെന്നൊന്നുമില്ല. പക്ഷെ ഇത് രണ്ടും കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇതൊരു നമ്മുടെ ഒരു ഗുരുത്വാകർഷണ ബലവുമായി. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ തെക്ക് വടക്കുള്ളവരാണ്. അങ്ങനെ തെക്ക് വടക്കുള്ള വേറെ സ്റ്റേറ്റ് ഉണ്ടാവില്ല. സത്യമാണ് അല്ലേ? തെക്ക് വടക്ക് മാത്രം നീണ്ടു കിടക്കുന്ന ഒരു സ്റ്റേറ്റ്. ഒരു ഭാഗത്ത് മല, മറ്റേ ഭാഗത്ത് കടല്. ഇതും ദ്വന്ദ്വല്ലേ? അല്ല, ഇതിന്റെ ഇടയിൽ 44 പുഴകൾ, കുറെ പുഴകൾ. ഇത്ര ജലസമൃദ്ധമായ ഒരു സ്ഥലവും വേറെ ഉണ്ടാവില്ല. പക്ഷെ ഒരു നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ലോകത്തെ ഏറ്റവും ബുദ്ധിപരമായ ആൾക്കാർ, ഇപ്പം ജർമ്മൻസ്, ഇപ്പം ജാപ്പനീസ്, ഇപ്പം അമേരിക്കയൊക്കെ കുറച്ചുകൂടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലാണ്. അവർ എന്തുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ അമേരിക്കയെ പെടുത്താത്ത വെച്ചാൽ അമേരിക്ക മൈഗ്രേറ്റ് ഇവിടെ കൊള്ളാവുന്നവരെ അവർ പൊക്കുക, അവർ എല്ലായിടത്തും അടിച്ചു മാറ്റുക, വേറൊരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു തലത്തിലൊക്കെ നമുക്ക് വേണേൽ കേരളത്തിനെ വെക്കാവുന്ന ഒരു സ്ഥലമാണ് ബുദ്ധിയുടെ കാര്യത്തിൽ. നമുക്ക് പ്രൊഡക്ടിവിറ്റിയുടെ ഒരു തലം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പോലും. അപ്പം ഇതൊന്ന്, ഈ ബ്രെയിനിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഇതിനകത്തൊരു വക്രതയുണ്ട്. ആ വക്രത ക്രിയേറ്റീവായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഭാഷയാണോ, ഒരു നാട്ടിലെ ഗുരുത്വാകർഷണമാണോ, ഒരു നാട്ടിലെ സംസ്കാരമാണോ? ഇപ്പോൾ ചൈനക്കാർ ഒരു പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു വീടിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പെർഫെക്ഷൻ ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാവില്ല. അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. എന്തായിരിക്കും ഇതിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം? നമ്മുടെ ആദ്യത്തെ പ്രസ്സുകാരൊക്കെയാണല്ലോ, ആദ്യത്തെ അച്ചടി യന്ത്രം ഉണ്ടായിരുന്നത് CMS കോളേജിലാണ്. അതിപ്പോഴും ഉണ്ട് അവിടെ. അത് വർക്ക് ചെയ്യാതായപ്പോൾ അത് പ്രവർത്തനരഹിതമായിട്ട് കിടക്കാണ്. റിപ്പയർ ചെയ്യാൻ വേണ്ടി ആൾ വരുമ്പോൾ അവിടുത്തെ ഒരു കൊല്ലം പറഞ്ഞു, സാധാരണ ബ്ലാക്ക് സ്മിത്ത് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം. അത് ശരിയാക്കി. ഇതുവരെ കാണാത്തൊരു സാധനം പോലും ശരിയാക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ സാധാരണ നാട്ടുകാർ. എത്ര ബ്ലാക്ക് സ്മിത്തുകൾ ഉണ്ടെന്നല്ലോ കേരളത്തിൽ, അസലായിട്ട് റൈഫിൾ ഉണ്ടാക്കുന്നവർ അല്ലേ? ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ജനം വേറെ ലോകത്ത് വളരെ കുറവാണ്. പക്ഷെ നമുക്ക് പറ്റിയിട്ടുള്ളത് സമൃദ്ധി കൂടുതലായി, പ്രശ്നങ്ങളില്ലാതെ വന്നു, ഭാഷ പഠിക്കാനുള്ള കഴിവ്. ഏത് രാജ്യത്ത് പോയാലും ഇത്ര എളുപ്പം ഭാഷ പഠിക്കാൻ വരാം. അത് പക്ഷെ മലയാളം പഠിച്ചവർക്ക് മാത്രമാണ്. അല്ല, മലയാളികളുടെ കാര്യം നമ്മൾ പറയാം. അതാ, പുതിയ തലമുറയ്ക്ക് മലയാളം പഠിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് മറ്റു ഭാഷ അതേപോലെ പഠിക്കാൻ. മലയാളികൾ എന്ന് പറയുമ്പോൾ അല്ല, പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷകളാണ് മലയാളം എന്ന് പറഞ്ഞത്. അതുകൊണ്ടായിട്ടുള്ള ആ സാധനം പഠിച്ചെടുക്കുന്നതുകൊണ്ട്, സംസാരിക്കുന്നതുകൊണ്ട്, ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും മറ്റു ഭാഷകളിലേക്ക് പോകാൻ എളുപ്പമായത്. നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് തമിഴ് പഠിക്കാൻ അത്ര എളുപ്പമാണ്, വളരെ എളുപ്പം. എല്ലാ വാക്കുകളും മലയാളം പറഞ്ഞാലും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടിച്ചാത്താണ്. പിന്നെ കന്നഡ പഠിക്കാൻ എനിക്ക് എളുപ്പമായിരുന്നു, തെലുങ്ക് പഠിക്കാൻ എളുപ്പമാണ്, പല ഭാഷ. കാരണം സംസ്കൃതവുമായിട്ട് തൊട്ടടുത്തുള്ള ഭാഷ. ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വളരെ കൂടുതലുണ്ട്. ഭാഷപരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് പ്രോഡക്റ്റുകൾ പഠിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാനും എവിടെ പോയാലും ഇടപെടാനും ആരുമായിട്ട് സംബന്ധിക്കാനും ഒക്കെ പറ്റുന്നത്. കേരളം എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗം, അതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള കേരളം അല്ലേ? അതിൽ കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ടാണ്. ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉടുപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാറേയില്ല. ഉടുപ്പി കേരളം പോലെയാണ്. നമ്മൾ ശങ്കരാചാര്യരുടെ ഒരു അധീനതയിൽപ്പെട്ടിട്ടുള്ള സ്ഥലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കന്യാകുമാരി ദേവിയുടെ സ്ഥലം എന്ന് പറയുന്ന, കന്യാകുമാരി ദേവി നമ്മുടെ ദേവിയാണ്. കന്യാകുമാരി ദേവി മുതൽ നമ്മുടെ മൂകാംബിക ദേവി വരെയുള്ള ദേവീക്ഷേത്രങ്ങളുടെ ഒരു പ്രതിനിധാനം ചെയ്യുന്ന കേരള ഭൂമി, അതാണ് ഞാൻ പറയുന്ന കേരളം. ആ കേരള ഭൂമിയിൽ ഇത് രണ്ടും ഉണ്ട്. വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും, ദുർഗയുടെയും നനദുർഗയുടെയും. അത് കഴിഞ്ഞ് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല.
അത് വൈഷ്ണവേറ്റ്സ് ആണ്. അതിർത്തിക്ക് അപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ ജനവിഭാഗമാണ്, culture ആണ്. ഒരു ചിന്തയാണ്. മല കടന്നു കഴിഞ്ഞാൽ പോയി.